ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ടേസ്റ്റി അവർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലെ നോമ്പുതുറൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നോമ്പില്ലാത്തവരൊക്കെ രാവിലെ തന്നെ കഞ്ഞിയും പിന്നെ അതിലേക്ക് കുറച്ച് കൂട്ടാനൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കോളിഫ്ലവറിൻ്റെ പക്കവടയും അതേപോലെ തന്നെ ഉള്ളിയും കേബേജും ഒക്കെ ഇട്ടിട്ടുള്ളൊരു പക്കവട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ റെസിപ്പികളൊന്നും ഞാൻ ഡീപ്പായിട്ട് ഇതിലിട്ടിട്ടില്ല. പിന്നെ ചിക്കൻ മന്തിൻ്റെയൊക്കെ റെസിപ്പികളൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ പോയി കാണുക. ചിക്കനും റൈസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പുകയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ചെറിയൊരു കണ്ണിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചോറൊക്കെ ദമ്മാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വേവിച്ച് മസാലാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മുടെ പൊക്കവടയും അതേപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ പൊക്കവടയൊക്കെ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ കൊണ്ട് കുറച്ച് സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമൂസയും കാര്യങ്ങളൊക്കെ സമൂസയൊക്കെ ഉള്ള ഫില്ലിങ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കൊണ്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ചുറ്റി റെഡിയാക്കി അതൊക്കെ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമൂസയും പക്കോടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി കുറച്ച് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ പൊരിക്കണ പരിപാടി സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ റൈസ് ഞാൻ ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മന്തി ആയതുകൊണ്ട് വല്ല അധിക സമയമൊന്നും ദമ്മാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സ്നാക്സ് പൊരിക്കലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ജ്യൂസിന് വേണ്ടിയിട്ട് ക്യാരറ്റ് വേവിച്ചതും അതേപോലെ തന്നെ നമ്മുടെ പൂവമ്പഴം ചേർത്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുറക്കണം. നോമ്പർക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മലപ്പുറത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് 420 എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് പറഞ്ഞാൽ നല്ല എരിവും പൊളിയും ഇതൊക്കെ കഴിച്ച് കാണാൻ നമ്മൾ തറാവയ്ക്ക് നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഉന്മേഷമായിരിക്കും. ഭയങ്കര എരിവുള്ള സംഭവം ആയതുകൊണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ പീസൊക്കെ കഴിച്ചൊക്കെ എരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് ബൈ.